15 വർഷം മുൻപ് ആലപ്പുഴ മാന്നാറിൽ നിന്ന് കാണാതായ പെൺകുട്ടിയെ കുടിച്ചു മൂടിയെന്ന് സംശയം. സംഭവത്തിൽ 4 പേരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. മനീഷ് മഹിവാൾ ചെയ്യുന്നു. മനീഷ്, 15 വർഷങ്ങൾക്ക് മുൻപുള്ള ആ സംഭവത്തിൽ 15 വർഷങ്ങൾക്കിപ്പുറം പോലീസിന് സൂചന കിട്ടുന്നത് എങ്ങനെയാണ്? ഹാഷ്മി, അതീവ രഹസ്യമായി പോലീസ് നടത്തുന്ന പുനരന്വേഷണത്തിൽ പോലീസ് പല വിവരങ്ങളും ഇപ്പോൾ ഈ ഘട്ടത്തിൽ അന്വേഷണത്തെ ബാധിക്കുന്നതുകൊണ്ട് പുറത്തുവിട്ടിട്ടില്ല. നമുക്ക് ലഭ്യമാകുന്ന വിവരം ഇങ്ങനെയാണ്. 15 വർഷങ്ങൾക്ക് മുൻപ് ആലപ്പുഴ മാന്നാറിൽ നിന്നും കാണാതായ 20 വയസ്സുള്ള കല എന്ന പെൺകുട്ടി അതൊരു പ്രണയ വിവാഹം കഴിച്ചു. ഭർത്താവ് അനിൽകുമാറിനോടൊപ്പം അനിൽകുമാറിന്റെ മാന്നാർ ഇരമത്തൂരുള്ള വീട്ടിൽ താമസിക്കുന്ന സമയത്താണ് 15 വർഷങ്ങൾക്ക് മുൻപ് കലയെ കാണാതായത്. ഈ സംഭവത്തിൽ പോലീസ് അന്ന് അന്വേഷണം നടത്തി കണ്ടെത്താൻ സാധിച്ചില്ല. പിന്നീട് ഇപ്പോഴാണ് ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോണിനാണ് ഇത് സംബന്ധിച്ചുള്ള രഹസ്യ വിവരം, ഇതൊരു കൊലപാതകമാണെന്നുള്ള ഒരു സംശയം പോലീസിന് ലഭിച്ചത്. പോലീസ് ദിവസങ്ങളായി അന്വേഷണം നടത്തി ഇത് കൊലപാതകമാണെന്ന് ഏറെക്കുറെ ഉറപ്പിച്ചു. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ കലയെ വിവാഹം കഴിച്ച അനിൽകുമാർ പിന്നീട് ദുബായിലായിരുന്നു, വിദേശത്തായിരുന്നു. ഇയാൾ നാട്ടിലെത്തി ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇയാൾക്കൊപ്പം ബന്ധുക്കളും സുഹൃത്തുക്കളുമായിട്ടുള്ള മറ്റു ചിലരെ കൂടി ഒരു 4 പേരുണ്ടെന്നുള്ള വിവരമാണ് ലഭ്യമായിട്ടുള്ളത്. അങ്ങനെ ഈ 4 പേർ നിലവിൽ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഈ ഇരമത്തൂരുള്ള ഈ അനിൽകുമാറിന്റെ വീട്ടിലെ സെപ്റ്റി ടാങ്കിൽ പരിശോധന നടത്തും. ഇവിടെ ഈ വർഷങ്ങൾക്ക് മുൻപ് അനിൽകുമാറും ബന്ധുക്കളും ചേർന്ന് കലയെ കൊലപ്പെടുത്തി ഈ സെപ്റ്റി ടാങ്കിൽ ഇട്ടു എന്നുള്ള വിവരമാണ് പോലീസിന് ലഭിച്ചിട്ടുള്ളത്. ഏറെക്കുറെ കൊലപാതകം ഉറപ്പിച്ചു. പക്ഷേ ഇവിടെ തന്നെയാണോ അതോ മറ്റിവിടങ്ങളിലുമാണോ എന്ന് പോലീസിന് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ആലപ്പുഴ ചെങ്ങന്നൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് ഇവിടേക്ക് ഇന്ന് ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി തന്നെ എരമത്തൂരിലെ അനിൽകുമാറിന്റെ വീട്ടിലെത്തി പരിശോധന നടത്തും. ഇതിനെ ഫോറൻസിക് വിദഗ്ധരടക്കമുള്ള ആളുകൾ അവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ അവിടെ പോലീസ് സന്നാഹം എത്തിയിട്ടുണ്ട്. അവർ അല്പസമയത്തിനകം തന്നെ ഈ മാന്നാർ എരമത്തൂരിലേക്ക് കൊണ്ടുവരും. ഒപ്പം തന്നെ ഈ സെപ്റ്റി ടാങ്ക് പൊട്ടിച്ച് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് RDOയുടെ അടക്കമുള്ള അനുമതി വേണം. ആ അനുമതി പോലീസ് വാങ്ങിയിട്ടുണ്ട്. ദിവസങ്ങളായി തന്നെ പോലീസ് ഈ ഒരു അന്വേഷണത്തിന്റെ പുറകിലായിരുന്നു. വളരെ അതീവ രഹസ്യമായിട്ടാണ് ഈ വിഷയം പോലീസ് അന്വേഷിക്കുന്നതും. ഇത് സംബന്ധിച്ചുള്ള അധിക വിവരങ്ങളൊന്നും പോലീസ് ഈ ഘട്ടത്തിൽ അന്വേഷണത്തെ ബാധിക്കുന്നത് കൊണ്ട് തന്നെ പുറത്തുവിടുന്നില്ല. ഹാഷ്മി. ഓക്കെ, മനീഷ് മഹിവാലാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. 15 വർഷങ്ങൾക്ക് മുമ്പ് ഏതോ കാലത്തുണ്ടായതാണ്. എന്തായാലും അതിനുശേഷം ഒരു തുമ്പ് കിട്ടുന്നു. അതിന് പിന്നാലെ പോലീസ് പോകുന്നു. 4 പേരാണ് കസ്റ്റഡി.